ഈ ഒരു മുൻ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഇതാണ് ജാസ്മിൻ ആ ഒരു ക്ഷേത്രക്കുളത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നെടുത്ത വിഷ്വൽ. ഓക്കെ, ഈ ഒരു വിഷ്വലാണ് ജാസ്മിൻ എടുത്തത്. അവിടുന്ന് ആ ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്തും ക്ഷേത്രക്കുളത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അമ്പലത്തിൻ്റെ മുൻവശത്തും ഒക്കെ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചിത്രീകരണത്തിന് ശ്രമിച്ചത്. ഈ വീഡിയോ ചിത്രീകരണമാണ് ജാസ്മിൻ ഇപ്പോൾ മാപ്പ് പറയാനുള്ള കാരണമുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് ജാസ്മിൻ്റെ ക്ഷമാപണമാണ്. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. മനസ്സിലാവുന്നുണ്ട്? കമൻറ്റ് ബോക്സിൽ മതം പറഞ്ഞടിക്കുന്നു ആൾക്കാർ. ഇതിന് കാരണക്കാരായ ആരാ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒടുവിൽ ജാസ്മിൻ ജാഫർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് മാപ്പ് പറഞ്ഞത്? ഇനി ജാസ്മിൻ ജാഫർ ചെയ്ത കാര്യം, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ അകത്ത് തെറ്റും ശരിയും എന്തെങ്കിലും ജാസ്മിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യങ്ങളുണ്ടോ? അതോ ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റില്ലേ? ഇനി അതോടൊപ്പം തന്നെ ഇത് മറ്റ് എല്ലാവർക്കും ബാധകമാണോ? മറ്റ് മതശാലകളുമായിട്ടോ മത ആരാധന സ്ഥലങ്ങളിലോ നമുക്കിതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് അടക്കമുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം തന്നെ ജാസ്മിൻ്റെ മാപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം വായിക്കാം, അതിന് പിന്നാലെ ആ വീഡിയോ പ്ലേ ചെയ്യാം, ബാക്കിയുള്ളത് ഒന്നൊന്നായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് ജാസ്മിൻ്റെ ക്ഷമാപണമാണ്. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഒരാൾ ഈ ഒരു കാര്യം പറഞ്ഞത് മനസ്സിൽ നിന്ന് തന്നെ തട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജാസ്മിൻ ജാഫറിനോട് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുണ്ടായിരുന്ന പല കാര്യങ്ങളോടും എനിക്ക് നീരസവും അതുപോലെ തന്നെ അതിനകത്തോട് എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ജാസ്മിൻ്റെ ലൈഫും മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞത് അവരുടെ വ്യക്തി ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന കാര്യം നോക്കിയതിന് ശേഷം ബാക്കി ഒന്നൊന്നായിട്ട് നമുക്ക് കിടക്കാം. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ. ഈ ഒരു മുൻ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഇതാണ് ജാസ്മിൻ ആ ഒരു ക്ഷേത്രക്കുളത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നെടുത്ത വിഷ്വൽ. ഓക്കെ, ഈ ഒരു വിഷ്വലാണ് ജാസ്മിൻ എടുത്തത്. അവിടുന്ന് ആ ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്തും ക്ഷേത്രക്കുളത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അമ്പലത്തിൻ്റെ മുൻവശത്തും ഒക്കെ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചിത്രീകരണത്തിന് ശ്രമിച്ചത്. ഈ വീഡിയോ ചിത്രീകരണമാണ് ജാസ്മിൻ ഇപ്പോൾ മാപ്പ് പറയാനുള്ള കാരണമുണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ജാസ്മിനെ ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസറാണ് ജാസ്മിനൊക്കെ, ഒരു ഇൻഫ്ലുവൻസറാണ്. ജാസ്മിൻ മനസ്സിലാക്കണം, ഈ രാജ്യത്തിൻ്റെ അകത്തൊരു നിയമവ്യവസ്ഥതയുണ്ട്. അതിനകത്ത് നമ്മളെ നാനാത്വത്തിൽ ഏകത്വം, അതായത് ബഹുസ്വരത, നമ്മുടെ നാട്ടിലെ വൈവിധ്യമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയുന്നത്. എല്ലാ വിവിധ ജാതി മത വർഗ്ഗ വർണ്ണത്തിലുള്ള ആൾക്കാരെല്ലാം ഒരിടത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാടുണ്ടെങ്കിൽ അതിൽ ഈ ലോകത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നാട്ടിൻ്റെ അകത്തുള്ള ഇതര മതങ്ങളുടെയും മത ആരാധനയും മത ആചാരങ്ങളും അത് അതാത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, വിശ്വസിക്കാത്തവർക്ക് വേണ്ട, വിശ്വസിക്കുന്നവർക്ക് അത് വളരെ പരിപാവനമാണ്. അതിന് ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള ചട്ടക്കൂടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിലവിൽ ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ഗുരുവായൂർ അമ്പലം, ആ അമ്പലത്തിൻ്റെ അകത്ത് നിലവിൽ കുറച്ച് നാളിന് മുമ്പ് വരെ നടന്നിട്ടുള്ള കോൺട്രവേഴ്സി, അതായത് നമ്മുടെ കണ്ണൻ്റെ രാധ ഉണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരത്തി, അവരുടെ പേരും വിട്ടുപോയി, അറിയുന്നവരുന്ന് കമൻറ്റ് ചെയ്യാൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കണ്ണൻ്റെ രാധ, എന്താണ് പേര്? സജിനയോ പേര് പറഞ്ഞത്. എനിവേ, ആ ഒരു ലേഡി ഇതുപോലെ പോയിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ ഡയറക്റ്റായിട്ടൊരു സംഭവമുണ്ട്, ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളിൽ ക്യാമറയോ മറ്റുള്ള കാര്യങ്ങളോ വെച്ചിട്ട് അവിടെ ഒന്നും പകർത്താനോ ഉള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്തവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകുന്ന സാമൂഹിക ശ്രദ്ധ ജാസ്മിനോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ കൂട്ടാളികൾക്കോ അവിടെ പോയി ഈ ഒരു വിഷയം എടുത്ത, ജാസ്മിൻ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, ജാസ്മിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കോ ഇതൊന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവാത്തത് വളരെയധികം അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. ജാസ്മിനെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സുകളിൽ ജാസ്മിൻ്റെ പേര് കണ്ടത് ബ്യൂട്ടി വ്ളോഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച സമയത്ത് ജാസ്മിൻ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം ഓരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമാകും എന്നുള്ള കാര്യമാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ജാസ്മിൻ എന്താണ് ഉന്നം വയ്ക്കുന്നത്, ലക്ഷ്യമാക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ജാസ്മിൻ അതിനൊന്നും ഒരിക്കലും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനും ഇതില്ല. ചില ആൾക്കാർ അതങ്ങനെയാണ്. ഈ ഒരു കാര്യം ജാസ്മിൻ ചെയ്തിട്ടുള്ള കാര്യം അങ്ങേയറ്റം തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലർക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തോ ഇതിന് മാത്രം തെറ്റ്, അതാ പറഞ്ഞേ, വിവിധ ആരാധന, ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാം. ഒരു മുസ്ലിം മതസ്ഥരുടെ ഒരു വിശുദ്ധ ഒരു സ്ഥലം, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഏരിയ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജൈന, ബുദ്ധ, പാഴ്സി എന്തെങ്കിലും ആയിക്കോട്ടെ, അത് സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അവർക്ക് ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലം, അവരുടെ ആരാധനാ സ്ഥലം. ആ സ്ഥലത്തേക്ക് മറ്റൊരു തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നിരിക്കെ അവിടെ അത് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്.
ഞാൻ ആ ഒരു തെറ്റിനെ മാത്രമേ പറയുന്നുള്ളൂ. ഇവർ അറിവില്ലായ്മ കൊണ്ട് തന്നെ ചെയ്തായിരിക്കും. അല്ലാതെ നേരെ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ടല്ല അവിടെ പോയിട്ട് കുളത്തിലൊക്കെ ഇറങ്ങി ചിത്രീകരിച്ചിട്ട് ആ ഒരു സംഭവം അങ്ങ് പ്രചരിപ്പിച്ചിട്ട് ഇപ്പം തന്നെ വൈറലായി കളയാം. ഇതിന് വൈറലാവേണ്ട കാര്യമൊന്നും ജാസ്മിൻ ഇനിയില്ല. ജാസ്മിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ്. അത്രത്തോളം എന്താണ് സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ വളരട്ടെ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം അറിവില്ലാത്തതായിപ്പോയി. അവർ അറിവില്ലാതെ തന്നെ ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിവില്ലായ്മ തന്നെയാണ് പ്രശ്നവും. ആ വിവേകമില്ലായ്മ, അറിവില്ലായ്മ കാര്യം, ഈ ഒരു കാര്യം നിലവിൽ ഒരു ഹൈക്കോടതി നിരീക്ഷണവും മറ്റുള്ള കാര്യങ്ങൾ ഉള്ളത് പോലും അറിയാതെ ഒരു കാര്യം ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്ട്സും മറ്റുള്ള കാര്യങ്ങളും ഇവരൊക്കെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഇവർ പ്രോഡക്റ്റ് ക്രീമുകൾ, ആ ക്രീമുകളുടെ മോളിക്യൂൾസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടായിട്ടാണോ ഇവരൊക്കെ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം സമൂഹത്തിൻ്റെ അകത്ത് തന്നെ വിവിധ തരത്തിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ആരും മറുപടി പറയുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ്. വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരണം, ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഇതാണ് സംഭവം. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് എടുത്തതിന് പരാതി വന്നു എന്നുള്ള കാര്യമാണ്. അത് ഏഷ്യാനെറ്റിൽ വീഡിയോ എടുത്താൽ എന്താണ് കുഴപ്പം, വീഡിയോ എടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ഒരു കമൻറ്റ് തന്നെ ചോദിക്കുന്നുണ്ട്. പള്ളിയിൽ ഗേൾസ് എന്താ പോകാത്തെ, അതുപോലെ എല്ലാ മതത്തിലും ഓരോ വിശ്വാസം ഉണ്ടാകും, അതാണ് കാര്യം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ സ്പർദ്ധ വരികയാണ്. ഇവിടെ മുതൽ പിന്നെ അങ്ങോട്ട് മതസ്പർദ്ധയാണ്. അതായത് ഈ ഇസ്ലാം മതത്തിലേക്ക് അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസിയാണോ ജാസ്മിൻ എന്നുള്ള തരത്തിലേക്കുള്ള ചോദ്യം വരെ പോകുന്നുണ്ട്. ഇസ്ലാം മതത്തിനെയും അതിനകത്ത് അനാവശ്യമായിട്ടെങ്കിലും പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന് ആവശ്യമുണ്ടോ? ഇവിടെ ജാസ്മിൻ ജാഫർ എന്നുള്ളൊരു വ്യക്തി അറിയാതെ, അവരറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ജാസ്മിൻ ജാഫർ അറിയാതെ തന്നെ ചെയ്തതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാതെ ചെയ്തൊരു കാര്യത്തിൻ്റെ അകത്ത് അവർ തെറ്റുപറ്റി, അത് ക്ഷമ ചോദിച്ചു. പക്ഷേ അവിടെ അതിന് ശേഷം ഉണ്ടാകുന്ന ചർച്ച, വീഡിയോ എടുത്താൽ കുഴപ്പം, എന്താണ് കുഴപ്പം, അതായത് ഈ ഒരു സ്ഥലത്തേക്ക് പോയി എടുത്താൽ എന്താണ് കുഴപ്പം നോക്കുമ്പോൾ അടുത്ത ആൾക്കാർ അടുത്ത് ചോദിക്കുന്നത് എന്താ, ജാസ്മിൻ ജാഫർ ഒരു ഇസ്ലാം മത മുസ്ലിം ഗേൾ അല്ലേ, അപ്പോൾ പിന്നെ അവരത് അവിടെ എന്താണ് ഈ മുസ്ലിം ഗേളിലെ നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ, മോസ്കിൽ, പള്ളികളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ നടക്കും. അത് അങ്ങോട്ടൊരു സ്പർദ്ധ പരത്തുന്ന ഒരു തരത്തിലേക്കുള്ളൊരു കാര്യം, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നടക്കും. പിന്നെ മതധാരികൾ, ഇവരുടെ മതം അവരുടെ മതം എന്നുള്ളൊരു വർത്തമാനം വരും. ഇതിനൊരു കാരണം ഉണ്ടാക്കിയത് ജാസ്മിനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പറയുന്നത്, ഇതാണ് പ്രശ്നം. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് വളരെ യാഥാസ്ഥികമായിട്ട് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് എല്ലാ മതത്തിലും ഉണ്ട്. എന്നാൽ വളരെയധികം അത്രത്തോളം കുഴപ്പമൊന്നുമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് തന്നെയാണ് എപ്പോഴും കോടതികളാണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം കണ്ടില്ലേ, പള്ളിയിൽ ഗേൾസ് എന്താ പോകാത്തെന്നുള്ള കാര്യം തിരിച്ച് ചോദ്യം വന്നു. അതെന്താ കുഴപ്പമെന്ന് ഒരാൾ ചോദിക്കുമ്പോഴേക്കും എന്താ പിന്നെ നിങ്ങൾ പള്ളിയിൽ കൊണ്ട് ചെയ്താലേ എന്നൊരു ചോദ്യം വരുന്നു. അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിപ്പെട്ട ആളെന്നുള്ള റെപ്രസെൻറ്റേഷനിലല്ല ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് റീൽസ് ചിത്രീകരണത്തിന്. ആ കുട്ടി ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം. അറിയാത്ത കാര്യമാണ്, ഞാൻ പറഞ്ഞില്ലേ, അത് പറ്റിപ്പോയത് അബദ്ധം തന്നെയാണ്, 100% ഒരു അബദ്ധം തന്നെയാണ്. പക്ഷേ അത് ചിന്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധി അതില്ല എന്നുള്ളത് തെളിയിച്ചു വീണ്ടും. അതൊന്നും വല്ല കാര്യം. ആ ലേഡി മുസ്ലിമാണ്, അത്രേ ഉള്ളൂ. കണ്ടോ, അത്രേ ഉള്ളൂ. കാരണം ഇതാ സംഭവം. ഇതാ പറഞ്ഞ ഹിന്ദു മതത്തിലെ ആ വിശ്വാസം എന്ന് പറഞ്ഞ് ഇതിപ്പോൾ സേവ് ദ ഡേറ്റ് ഇല്ലാമായി മനസ്സിലാവുന്നുണ്ട്. കമന്റ് ബോക്സിൽ മതം പറഞ്ഞടിക്കുന്നു ആൾക്കാർ. ഇതിന് കാരണക്കാരായ ആരാ? ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചതാരാ? ആ കുട്ടി വന്ന് ക്ഷമ ചോദിച്ചത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി 24 hours കഴിഞ്ഞിട്ട് ഇത് പോകും. ചിലപ്പോൾ ഇത് പറഞ്ഞിട്ട് ഈ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് അടിക്കും. അടുപ്പിക്കരുത്, ചിട്ടരാഹിത്യം സൂക്ഷിക്കേണ്ട ആരാധനാലയങ്ങളും പരിസരങ്ങളും ഇതുപോലുള്ള കോപ്രായങ്ങൾക്ക് ഉപയോഗിക്കാൻ സംസ്കാരത്തിന് യോജിച്ചതല്ല. സന്തോഷം. ഞാനൊരു ഗുരുവായൂർ ഭക്തയാണ്. ജാസ്മിൻ പോലെ ഒരുപാട് പേര് വരും കണ്ണനെ കാണാൻ. മൂപ്പർക്ക് ഇഷ്ടമാണെങ്കിലോ ഭഗവാൻ എല്ലാവരും ഒരുപോലെ. പിന്നെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ആ കുട്ടി കുളിച്ച് ശുദ്ധിയോടാവും പോയത്, വെറുതെ വിടുക അതിനെ. അതും നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിന് അത്രയും വിശാലാർത്ഥത്തിൽ കാണാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. ഒരു അമ്പലമാണ്, ആ ഒരു സ്ഥലത്തേക്ക് വിവിധ മതത്തിലുള്ള ആൾക്കാർക്കും സ്വാഗതം ചെയ്യുന്ന അമ്പലങ്ങളുണ്ട്. ശബരിമലയിലേക്ക് നമുക്ക് അങ്ങനെ പോവാം. അയ്യപ്പൻ, ബാവര്, മറ്റേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഐതിഹ്യങ്ങളിൽ പോലും നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ ചില മതസ്ഥർക്ക്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങളുടെ അകത്ത് നിഷ്കർഷത ഉണ്ട്. ഓരോ അമ്പലങ്ങളും അമ്പലത്തിൻ്റെ അകത്തുള്ള ആ ഒരു അമ്പലത്തിലെ ആ മൂർത്തിക്ക് ഉണ്ടാകുന്ന കുറേ സവിശേഷതകളും കാരണം പല കാര്യങ്ങളുണ്ട്. ശബരിമലയിലേക്ക് ആർത്തവം അഥവാ ഋതുമതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 വയസ്സ് വരെ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആർത്തവം, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഓരോരോ ആ ഒരു ആരാധനാമൂർത്തിയുമായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം. അത് മതവിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ചെറിയ സ്പാർക്ക് മതി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനിയുള്ള ഇതുപോലുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് വിവരവും വിദ്യാഭ്യാസവും അറിവുള്ള ആൾക്കാരോട് ഇത് ചോദിച്ചതിന് ശേഷം ഇത്തരം സ്ഥലങ്ങളിലേക്ക് കയറി കടന്ന് ഒരു റീലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം
വളരെ താഴ്മയോടുകൂടി ഞാൻ പറയുന്നു. കാരണം ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഇവരോടുള്ള ഹെയ്റ്റ് ദേഷ്യമൊക്കെ. ബി ബി നടന്ന സമയത്ത് ബിബിക്കകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. ഇത് അവരുടെ റിയൽ ലൈഫിൻ്റെ അകത്ത് ഇന്ന് അവിടെ നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് ഒരു ന്യൂസിൽ, ഏഷ്യാനെറ്റിൻ്റെ പോലത്തെ ന്യൂസിലേക്കൊക്കെ വന്നു. ആ ഒരു കാര്യത്തിന് നമ്മൾ സംസാരിക്കുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെ ചെയ്തൊരു കാര്യമാണ്. അവരതിന് മാപ്പും ചോദിച്ചിട്ടുണ്ട്. അതിന് ക്ഷമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഭാഗം. അല്ലാതെ ഇതിനെ പറഞ്ഞിട്ട് ജാസ്മിൻ ജാഫർ മുസ്ലിം അല്ലേ, അവർ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തുള്ള നമ്മുടെ മതപരമായിട്ടോ മറ്റുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തിനെ തകർക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇതുവരെ ഒരു ജസ്ന സലീമിനെ കൊണ്ടായിരുന്നു ശല്യം. ഒന്നൊഴിഞ്ഞപ്പോഴത്തെ മറ്റൊന്ന് ജാസ്മിൻ ജാഫർ. ഇവരെന്താ മറ്റുള്ളവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ നോക്കുന്നത്? സോ ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ ചിന്തിക്കുക. അതാ പറയുക, ഹിന്ദു ക്ഷേത്രത്തിൽ ഇവൾക്ക് അവിടെ എന്ത് കാര്യം കണ്ടോ? ഈ കമന്റ് ബോക്സിൽ മൊത്തം മതം പറഞ്ഞടിക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്നതിൻ്റെ അകത്ത് ഒരു അറിവില്ലായ്മയാണ് കാരണം എന്നുള്ളതാണ്. ജാസ്മിൻ ഇത് കേൾക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ജാസ്മിൻ അറിയുന്ന ആൾക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് പോവുക. വളരെ ഒരു കോമൺ മാൻ, ഒരു റേഷണലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, അതൊരു ക്ഷേത്രമാണ്, അതൊരു ക്ഷേത്രക്കുളമാണ്. ആ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയി ചിത്രീകരിച്ച് കഴിഞ്ഞാൽ, വിദേശത്ത് മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള അമ്പലങ്ങളിലൊക്കെ ചിത്രീകരിക്കുന്നത് പോലെ ചിത്രീകരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മതവിശ്വാസവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. അതല്ലെങ്കിൽ കോടതി അലക്ഷ്യം എന്നുള്ളൊരു കാര്യം അവിടെ വരും. ഇത് അവരുടെ പേരിൽ പരാതി വന്നു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ചു കാലം കഴിയുന്ന സമയത്തൊക്കെ ഇത് മാറിയേക്കാം. പണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ക്ഷേത്രങ്ങളുടെ അകത്ത് പ്രവേശിക്കാൻ ചില അതിനകത്തുള്ള താഴ്ന്ന വർഗ്ഗത്തിലുള്ള ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളും മറ്റുള്ള പല ആൾക്കാരുടെ ഒരുപാട് സ്വാധീനം, അവരുടെ നിരന്തരമായ പരിശ്രമങ്ങൾ, കുറേ അധികം ജീവനൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ക്ഷേത്രപ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം അടക്കം വന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ചിലപ്പോൾ നാളുകളിൽ ഇതിൽ മാറ്റം വന്നുകൂടായിക്കൊന്നുമില്ല, നവീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ നിലവിൽ ഇവരുടെ കയ്യിൽ നിന്ന് പോയി അതിനവർ ക്ഷമ പറഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ അറിവില്ലായ്മ ആരെയും വേദനിപ്പിക്കാൻ ചെയ്തതല്ല ജാസ്മിൻ ജാഫർ, ഇത്രയേ ഉള്ളൂ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അതിൽ കൂടുതലൊന്നും അവരെ കൊല്ലാക്കൊല ചെയ്യാനോ ഒന്നിനും മുതിരേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് വീഡിയോ. ഇതാണ് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറാണ് പരാതിക്കാരൻ. ദേവസ്വം ബോർഡിൽ നിന്നാണ് പരാതി ഉപയോഗിക്കുന്നത്. പരാതി ടെമ്പിൾ പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി നിരോധനം നിലനിൽക്കുകയാണ്. ഇത് അവിടെ നടപ്പുരയിലും ജാസ്മിൻ റീൽസ് ചിത്രീകരിച്ചു. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഇതിനകത്ത് നമ്മൾ വട്ടം തിരിഞ്ഞ് കൂട്ടത്തോടുകൂടി ഇന്ന് പുള്ളിക്കാരത്തെ കൊല്ലാക്കൊല ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ അറിവില്ലായ്മ എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക്, അവർ മാപ്പ് പബ്ലിക്കായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു സംഭവത്തിന് അങ്ങനെ തന്നെ മുഖവിലേക്ക് എടുക്കാം. പിന്നെ മതങ്ങളും വിശ്വാസങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യനെ വലുതാവാനാണ്, അഥവാ വിശാലമായ മനസ്ഥിതിക്ക് ഉടമയാകൂ എന്നുള്ളതാണ്. അപ്പോൾ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കാര്യം, ഞാൻ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മതങ്ങളും മറ്റുള്ള മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ മതങ്ങളും, ഇപ്പം നമ്മൾ ഒരാളോടത്ത്, ഇപ്പം അമ്പലത്തിൽ പോകുന്ന ഒരാളോടോ പള്ളിയിൽ പോകുന്ന ആളോടോ മോസ്കിൽ പോകുന്ന ആളോടൊക്കെ നമ്മൾ ചോദിച്ചിരുന്നാൽ അവർ പറയും നമ്മൾ അന്യമതസ്ഥനെയും നമ്മൾ ബഹുമാനിക്കുന്നവർ തന്നെയാണ്, നമ്മൾ സഹോദരങ്ങളല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആരാധനാ കേന്ദ്രത്തിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ, ഇവിടേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരും. അത് ഉറപ്പായിട്ടും വന്നിരിക്കും. അത് അവരുടെ വിശ്വാസമാണ്. അത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ വ്യത്യാസം. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്നാണോ, അതോ ജാസ്മിൻ ചെയ്തത് ശരിയാണെന്നാണോ, അതോ ഇപ്പം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇനി ഇതിനെ വേറെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ മതങ്ങളെ എടുത്തിടേണ്ട കാര്യമില്ലെന്നാണോ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.